ഹലോ, ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ എന്താണെന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. നല്ല മഴയുണ്ട് കേട്ടോ, നല്ല ഇടിവെട്ടലും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. കാടമുട്ട തിളയ്ക്കുന്നുണ്ട്, ചായ ഇവിടെ ആവുന്നുണ്ട്. മറ്റേ മടക്ക് ദോശ നമ്മൾ ഉണ്ടാക്കൂലേ, അതിന് മൈദാമാവ് കലക്കി വെച്ച് വേണ്ടേ അത് ശർക്കരയും തേങ്ങയും ഞവടി വെച്ചിട്ടുണ്ട്. നല്ല തിളയ്ക്കുന്നു, ചായ ഇവിടെ ആവുന്നു. മഴ കാണിച്ചു തരാം. ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ചെറുതായിട്ട് എന്തായാലും മഴ പെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചായ ഏകദേശം ആകുമ്പോൾ സ്പൂണിട്ടൊന്ന് കറക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പഞ്ചസാരയും തേയിലയും എല്ലാം ആദ്യമേ അങ്ങ് ഇടും. അങ്ങനെയാണ് ഇവിടെ ശീലം. അപ്പോൾ ചിലവർ പറയും അങ്ങനെ ചെയ്യാതെ തിളച്ച് വന്നതിന് ശേഷം ഇടുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. അത് ഇടയ്ക്കൊരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ പഞ്ചസാരയും തേയിലയും പാലും വെള്ളവും എല്ലാം ആദ്യമേ ഒഴിച്ച് മിക്സാക്കിയാണ് ചായ ഇടാറുള്ളത്. ഓക്കെ, കാടമുട്ട ഇവിടെ ആയി. അപ്പോൾ നമുക്കിതിനി തീ ഓഫ് ചെയ്യണ്ട, തീ ഒന്ന് ലൈറ്റായിട്ട് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ദോശക്കല്ല് വെച്ച് കൊടുക്കാം. ചായ റെഡി. അപ്പോൾ അത് ഓഫ് ചെയ്തു. ഇനി ദോശ ഉണ്ടാക്കണം. ഏറ്റവും ഇടിയും മിന്നലുമായിരുന്നു. അപ്പോൾ പേടിച്ചു പോയി, ഉറങ്ങിക്കിടന്നിട്ട് ഞെട്ടി എണീക്കുകയെന്ന് ചെയ്തത്. എന്തായാലും ഇടി നേരത്തെ വെട്ടിയതുകൊണ്ട് അശയിൽ കിടന്ന തുണിയെല്ലാം പറക്കി അകത്തിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് മഴ പെയ്തത്. മഴ അത്യാവശ്യം ഉറച്ചില്ല എന്നുള്ള രീതിക്കാണ് നിൽക്കണേ. അപ്പോൾ നല്ല മഴ കാണും. കാരണം അമ്മാതിരി വെയിലായിരുന്നു 2-3 ദിവസം കൊണ്ട്. ഇപ്പം ഒരാശ്വാസം കിട്ടി. അപ്പോൾ താഴത്തെ ആ പൊടിപടലങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ ഇനി മിറ്റമൊക്കെ തൂക്കുമ്പോൾ നല്ല രസത്തിൽ കടന്നോളും. ഇതങ്ങനെ ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം മൈദാമാവ് ഒഴിച്ചതിന് ശേഷം പിന്നെ അത് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നല്ല മൂപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ശർക്കരയും തേങ്ങയും ഞവടി വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മടക്കി വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് എടുക്കുക. കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ കിച്ചൺ വീഡിയോ എടുക്കണത്. അല്ലാതെ ആലസ്യപ്പുളിസ വീഡിയോ എടുത്ത് അങ്ങ് പോക്കായിരുന്നു പതിവ്. ഇന്ന് കുറേ നാളിന് ശേഷമാണ് കിച്ചൺ വ്ളോഗ് എടുക്കണത്. ഇനി വീട് വൃത്തിയാക്കണം, ക്ലീനിങ് വ്ളോഗൊക്കെ ആയിട്ട് എടുക്കാം. അത് മിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. ഇച്ചിരിയെ വെച്ച് കൊടുക്കോളെ. അപ്പോൾ ഫസ്റ്റ് ദോശ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അതാ ഇവിടെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അമ്മ ജോലിക്ക് പോയി, അച്ഛനും ഞാനുമാണ് ഉള്ളത്. അപ്പം അച്ഛനും എനിക്കാണ് ചായ ഇട്ട് ദോശയും ഉണ്ടാക്കാൻ പോണത് ഗൈസ്. അമ്മ കുറച്ചൊരു 6-6:30 ആകുമ്പോഴേ അമ്മ വരുള്ളൂ. അപ്പം ഞാൻ അതുവരെ വീടിൻ്റെ മുതലാളിത്തം എനിക്കാണ്. ഇവിടെയൊക്കെ മീനൊക്കെ ഭയങ്കര വില കൂടുതലാണ്. മൂന്ന് മീനിനൊക്കെ 300-400 രൂപയൊക്കെയാണ് ചോദിക്കണം. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടൊക്കെ ഇല്ലേ, ആ ക്ലൈമറ്റിൽ കടപ്പുറത്ത് മീൻ കാണൂലല്ലോ. മഴയും ഇടിയും മിന്നലും ഒക്കെ വെട്ടുന്ന ടൈമിലാണ് മീൻ കടലിൽ ഇളവാണത്. മീൻ കുറവാണെങ്കിലും മീനുണ്ട്, എന്നാൽ വില കൂടുതലാണ്. മീൻ ഇല്ലേന്ന് വെച്ചാൽ ഇല്ല, മീൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ വില കൂടുതലാണ്. അങ്ങനെയാണ്. അച്ഛാ ചായ ഉണ്ട് വെച്ചാ. 3 കാടമുട്ടയും ഈ പഴവും കൂടെ അമ്മയ്ക്ക് വയ്ക്കാം. അപ്പം ദോശ ചുട്ട് അച്ഛനും കൊടുത്ത് ഞാനും എനിക്കുള്ളതെല്ലാം കൂടെ റെഡിയാക്കി വെച്ച് അമ്മയ്ക്ക് 3 കാടമുട്ടയും പഴമായിട്ട് കൊണ്ടുവച്ച് എനിക്ക് 2 കാടമുട്ട അവിടെ വെള്ളത്തിൽ കിടക്കുന്നു. ഇപ്പോഴത്തെ കിച്ചണിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി തിന്ന് കഴിഞ്ഞിട്ടേ ഇനി ആ ക്ലീനിങ് ചെയ്യത്തുള്ളൂ. കാരണം അച്ഛനും ഞാനും എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ആ പാത്രമെല്ലാം കൂട്ടിയിട്ട് കഴുകണമല്ലോ. അങ്ങനെ ഇന്ന് 2 മീൻ വാങ്ങിച്ച് കണ്ണൻകൊഴിയാളെ
അത്. അപ്പോൾ അത് ക്ലീൻ ചെയ്തെല്ലാം വെച്ച് ഇനി അമ്മ വന്നിട്ട് അത് കറി വെച്ച് തരും. അങ്ങനെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. 3 സെക്ഷനായിട്ടാണ് എനിക്ക് എൻ്റെ വീട്ടിൽ ജോലിയുള്ളത്. ഒന്ന് ഏറ്റവും രാവിലെ, പിന്നെ ഉള്ളത് 4 മണിക്ക്, പിന്നെ ഏറ്റവും ലാസ്റ്റ് രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ക്ലീനിങ് സെക്ഷൻ. പണ്ട് തൊട്ട് നമ്മളെ ചെറുപ്പം തൊട്ട് തന്നെ അമ്മ വീട്ടുജോലിക്കൊക്കെ ഇങ്ങനെ പോണത്. അപ്പോൾ തൊട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ക്ലീനിങ് സെക്ഷൻ ഭയങ്കര ഒരു ഹരമാണ് എനിക്ക്, എല്ലാം ചെയ്യാനും ചെയ്ത് കൊടുക്കാനും ഒക്കെ. കുക്കിംഗ് അറിഞ്ഞൂടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം തിന്ന് ജീവിക്കാനുള്ള വകയെല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. മീൻകറി, സാമ്പാർ അങ്ങനത്തെ ഐറ്റം ഒന്നും അറിഞ്ഞുകൂടാതെ അല്ലാതെ എനിക്കെല്ലാം അറിയാം. പിന്നെ എനിക്കൊരു പ്രശ്നമുള്ളതാണ്, വീട് വൃത്തികേടാക്കി കിടക്കുന്ന ടൈമിൽ എത്ര വൃത്തികേടാക്കിയാലും കുഴപ്പമില്ല, പക്ഷെ വൃത്തിയാക്കി കഴിഞ്ഞ ആരെങ്കിലും അലമ്പ് കാണിച്ചാൽ എനിക്ക് ഭയങ്കര കലി വരും. നിങ്ങൾക്ക് ഇതുപോലെ ദേഷ്യം വരുമോ? അപ്പോൾ അടുക്കള ജോലിയെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഗ്യാസ്. ഇങ്ങനെയൊക്കെ വെള്ളം കോരി ഒഴിച്ച് അമ്മയുടെ നല്ലത് എനിക്ക് കിട്ടും. പിന്നെ അമ്മയില്ലാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കണം. അങ്ങനെ ക്ലീനായിട്ട് കിടന്നാലേ എനിക്കൊരു മനസ്സിന് സംതൃപ്തി വരുള്ളൂ. പിന്നെ ചൂടുവെള്ളം എന്താ തിളപ്പിക്കാൻ വെച്ച് അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈവനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ.